ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്നേ. നമ്മൾ ഇന്നലെ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാട്ടെ. വിസ്മയ പറഞ്ഞ, നമ്മൾ ഇന്നലെ എന്താ പഠിച്ചിട്ടുണ്ടായത്? വിസ്മയ. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഹാർമോണിക് ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന്? അത് യു ഓഫ് എക്സ് എക്സ് പ്ലസ് യു ഓഫ് വൈ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഹാർമോണിക് ആണ്. ഹാർമോണിക് എന്ന് പറയാം. ആ ഒരു ഇക്വേഷന്റെ പേരെന്തായിരുന്നു? സി ആർ ഇക്വേഷൻ. സി ആർ ഇക്വേഷൻ അതായിരുന്നോ? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ. സി ആർ ഇക്വേഷൻ എന്തായിരുന്നു? സി ആർ യു ഓഫ് എക്സ് ഈക്വൽ ടു വി വൈ, ഉം, ഉം. യു ഓഫ് വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. മൈനസ് വി എക്സ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. എല്ലാ അനലിറ്റിക് ഫംഗ്ഷൻസും സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാ? എല്ലാരോടും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ സി ആർ ഇക്വേഷൻ അല്ല സോറി, എല്ലാ ഫംഗ്ഷൻസും അനലിറ്റിക് ഫംഗ്ഷൻസും സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവോ? ചെയ്യും. ചെയ്യോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത എല്ലാ ഫംഗ്ഷൻസും അനലിറ്റിക് ആയിരിക്കുവാ? അല്ല. എന്ത് കൂടി ആവണം? അത് കണ്ടിന്യൂസും കൂടി ആവണം. കണ്ടിന്യൂസും കൂടി ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് അനലിറ്റിക് ആവും. ഓക്കെ. ഇനി അടുത്ത ആളോട് ചോദിക്കാം. ആരോടാ ചോദിക്കാം? സഫല പറഞ്ഞാട്ടെ. സഫല പറഞ്ഞ. പിന്നെ മിസ്. അനലറ്റിക്കും ഡിഫറൻഷ്യബിളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിനൊരു പോയിന്റ് മാത്രമേ വേണ്ടൂ നമുക്ക്. പോയിന്റ് മാത്രമേ വേണ്ടൂ. പിന്നെയോ അനലിറ്റിക് അറ്റ് അനലിറ്റിക് പോയിന്റ് പറയണ്ടിക്കലോ? അത് നെയ്ബർഹുഡില് ഡിഫൈൻ ആ ചെയ്തിരിക്കുമ്പോഴാണ് പിന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും വേണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാ ഇത് ഞാൻ ഈ സെലക്ട് ചെയ്ത ഭാഗത്ത് ഈസ് യു ഈക്വൽ ടു എക്സ് വൈ ഈസ് ഹാർമോണിക്. യു എന്ന് പറയുന്നത് എക്സ് വൈ ആകുമ്പം അത് ഹാർമോണിക് ആകുമോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാട്ടെ നിങ്ങള്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്ന് പറഞ്ഞ. എല്ലാരും വേഗം ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യട്ടാ. യു ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്നത് ഹാർമോണിക് ആണോ? അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യേ, അത് ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഒന്ന് നോക്കിയാട്ടെ ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോന്ന്. കിട്ടുന്നുണ്ടോ? ഇത് ഹാർമോണിക് ആണോ? സ്നേഹക്ക് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. ഹാർമോണിക് ആണോ അല്ലയോ? ഓക്കെ, ഹാർമോണിക് ആണല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ അതായത് യു ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ഹാർമോണിക് ആണ്. എല്ലാ കുട്ടിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക, കിട്ടാത്തവര് ശ്രദ്ധിക്കുക എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാട്ടെ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? യു എന്ന് പറഞ്ഞത് എക്സ് വൈ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വൈ എന്ന് കിട്ടി. പിന്നെയോ യു എക്സ് എക്സ് കാണാൻ വേണ്ടിയിട്ട് ആ യു എക്സിനെ ഒന്നുകൂടി ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പം യു എക്സ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. കാരണം എന്താ? ഇവിടെ യു എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പം യു എക്സ് എക്സ് കാണുമ്പോൾ എന്താ? വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ടോട്ടൽ ടേം 0 ആയിപ്പോയി. അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് എക്സ് വൈ ആയതുകൊണ്ട് യു വൈ എന്ന് പറയുന്നത് എന്താ? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ യു വൈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? കാരണം എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്. യു വൈ വൈ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് കിട്ടി.
ഇനി എന്താ നോക്കേണ്ടത്? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഈക്വൽ ടു 0 ആണെന്ന് നോക്കുക. നമുക്ക് കിട്ടിയ യു എക്സ് എസ് ഓൾറെഡി 0 ആണ്, അതുപോലെ തന്നെ യു വൈ വൈ ഓൾറെഡി 0 ആണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയട്ടെ. ഇതാ, ഈസ് വി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 3xy² ഇസ് ഹാർമോണിക്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയട്ടെ. വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3xy². ഇതും എന്താന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ യു എക്സും യു എക്സ് എക്സും കാണുക, യു വൈ വൈ കാണുക, എന്നിട്ടോ ലാപ്ലേസ് ഇക്വേഷൻ ആയ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാട്ടെ. എല്ലാരും ചെക്ക് ചെയ്യട്ടാ. ഓ, അത് ഹാർമോണിക് അല്ലാന്ന് കിട്ടിയില്ലേ? ഈ 3 കുട്ടിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഹാർമോണിക് അല്ല എന്നുള്ള കാര്യം. ഒന്ന് കമന്റ് ചെയ്തട്ടെ, കിട്ടിയവരെല്ലാം ഹാർമോണിക് ആണോ അല്ലയോ എന്നുള്ള കാര്യം. കൃഷ്ണേന്ദുന് ഹാർമോണിക് ആണെന്നാ കിട്ടിയേ? ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പം ഹാർമോണിക് അല്ല ഈ ഒരു വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3xy² ആകുമ്പോൾ ഹാർമോണിക് അല്ല. അപ്പൊ കിട്ടാത്ത കുട്ടികളൊന്ന് നോക്കുക എങ്ങനെയാ ചെയ്യുന്നതെന്ന്. വളരെ സിമ്പിൾ തന്നെയാണ്. എന്താ നോക്കിയാട്ടെ, ഇവിടുത്തെ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3xy² ആണ്. അതിൻ്റെ അകത്ത് വി എക്സ് കാണും എങ്ങനെയാ? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 3y² കിട്ടും. അതിനെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3y² അകത്ത് എക്സിന്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായി പോകും? അത് 0 ആയി പോകും. ഇനി അതുപോലെ തന്നെ വി വൈ കാണും. നോക്കിയട്ടെ, വി വൈ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 6xy കിട്ടും. 6xy കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒന്നുകൂടി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് വി വൈ വൈ കിട്ടുള്ളൂ. അപ്പം വി വൈ വൈ എന്ന് പറയുന്നത് എന്താ? ദാ ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ വൈ അങ്ങ് പോയിട്ട് 6x മാത്രമായിട്ട് മാറും. അപ്പം വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് 6x എന്ന് പറയും. അതെന്താ? ഒരിക്കലും 0 ആവില്ല. എക്സ് 0 ആക്കുമ്പോൾ മാത്രമേ എന്താകും? ആ 6x എന്ന് പറയുന്നത് 0 ആവും. അപ്പം ഇതെന്താ? ഹാർമോണിക് അല്ലാന്ന് കിട്ടും. പക്ഷെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? അറ്റ് 0 വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3xy² ഹാർമോണിക് ആണോ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഹാർമോണിക് ആയിരിക്കും. കാരണം എന്താ? വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ എന്ന് പറയുന്നത് 6x ആണ്. ഐ എക്സിന് 0 കൊടുക്കുമ്പോൾ ടോട്ടൽ എന്തായി പോവും? 0 ആയി പോവും. അപ്പം ഇങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ ഫംഗ്ഷൻ ഹാർമോണിക് അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ എന്താണ്? ഹാർമോണിക് ആണ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്തട്ടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിച്ചാട്ടെ. ഫൈൻഡ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു x² മൈനസ് y². സിമ്പിൾ ആയിട്ട് കിട്ടും. അതാ ഞാൻ നിങ്ങളെ കൊണ്ട് ആദ്യം ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കുന്നത്. ഒന്ന് നോക്കിയാട്ടെ നിങ്ങൾ. ഈ ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം യു എക്സും
ഇത് ഓൾറെഡി ഹാർമോണിക് ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പം ഇത് ഹാർമോണിക് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും അത്? അതൊരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആയിരിക്കും. അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആണെങ്കിൽ എന്താ, ആ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, CR ഇക്വേഷന്റെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത് മുന്നേ ചെയ്ത പോലെ തന്നെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാ, നമുക്ക് തന്ന ഇക്വേഷന്റെ അകത്ത് നിന്ന് UX ഉം UY ഉം നമുക്ക് കിട്ടും. അത് എന്തിനോട് ഈക്വൽ ആണ്? UX ഈക്വൽ ടു VY ആണ്, UY എന്ന് പറയുന്നത് -VX ആണ്. അപ്പം അതിനോടൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇതിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിച്ചാട്ടെ. ഒരു 5 മിനിറ്റ് വേണ്ടു, ഒന്ന് ചെയ്തു നോക്ക്. എല്ലാവരും ചെയ്യണേ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയട്ടെ. ആരൊക്കെങ്കിലും കിട്ടിയോ ഹാർമോണിക് കോഞ്ചുഗേറ്റ്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് U(xy) ഈക്വൽ ടു x² - y². ആർക്കാ കിട്ടിയത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പക്ഷെങ്കിൽ ആൻസർ പറയണേ നിങ്ങള്. കിട്ടിയവര് നിങ്ങൾ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ. കിട്ടിയോ ആർക്കെങ്കിലും? ചെയ്യുന്നുണ്ടോ എല്ലാരും? ഒന്ന് കമന്റ് ചെയ്തട്ടെ. നിങ്ങൾ ചെയ്യുന്നില്ലേ? ചെയ്യാണ്ട് വെറുതെ ഇരിക്കറേ, ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന പോലെ ആയിപ്പോ. ചെയ്യണം എന്തായാലും. ഓക്കെ, ഒന്ന് ചെയ്തു നോക്ക്. എങ്കിലും സിമ്പിൾ അല്ലേ? ഇത്രക്കാറ് സമയം വേണോ? ചെറിയൊരു ഇക്വേഷനാ തന്നിട്ടുള്ളത്. സ്നേഹക്ക് കിട്ടിയോ? ചെയ്ത് കഴിഞ്ഞില്ല? ബോയ്സ് ചെയ്യുന്നില്ലേ? വെറുതെ സമയം കളയുന്നല്ലോ. എന്തായാലും ചെയ്തു നോക്കേ നിങ്ങള്. (2y + c) ആണോ? നോക്കട്ടെ ആൻസർ എത്ര വരുന്നത്. അല്ലാലോ, (2y + c) ആണോ വരുന്നത്? 2
ആണോ? അത്രയാണോ കിട്ടിയത്? ആ, ആയിരിക്കും കേട്ടോ. ശരിയാ, 2y പ്ലസ് ഈ 2 ആണോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്നോട് ഇതിൽ എഴുതിയത് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേ. യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്താ? 2x. ഓക്കെ, യു വൈ എന്ന് പറയുന്നത് -2y. ഇനി നമ്മൾ എന്താ വേണ്ടത്? സി ആർ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് യു എക്സ് എന്ന് പറയുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആയിരിക്കും, യു വൈ ഈക്വൽ ടു -vx ആയിരിക്കും. ഞാനിവിടെ എടുത്തത് മാറിപ്പോയതാണ്. അപ്പം യു വൈ എന്ന് പറയുന്നത് എന്താ നമുക്ക് വരിക? നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാം. സ്ക്രീനിൽ ഏതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ 2x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി വൈ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2xy പ്ലസ് 5 എന്ന് കിട്ടും. എന്നിട്ടോ അതിനെ നമ്മൾ ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 2y പ്ലസ് 5 വരും. 2y പ്ലസ് 5 വരും. അപ്പം 2y പ്ലസ് 5 വന്നു കഴിഞ്ഞാൽ നമ്മൾ ബി എന്തായിരുന്നു നമുക്ക് കിട്ടിയ? 2xy പ്ലസ് 5 എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതെനിക്ക് ഇന്ന് ചെയ്ത് നോക്കേണ്ടി വരും. സംഭവം സിമ്പിൾ ആണ്. എന്താണ് ഇത്? എന്നോട് ഇവിടെയാ മാറിപ്പോയത്. യു എക്സ് ഇസ് ഈക്വൽ ടു 2x. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് തന്നെ ആയിപ്പോയി എന്ത് ചെയ്തത്? ഡിഫറൻഷിയേറ്റ് ചെയ്തു പോയത്. നിങ്ങളൊന്ന് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാൻ ഇതിന്റെ ഒറിജിനൽ ആൻസർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുഴപ്പമില്ലല്ലായിരിക്കും, ഞാനത് എന്തായാലും പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ അകത്തേക്ക് ഇട്ടുതരാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അത് എഴുതി വന്നതിൻ്റെ അകത്തെ മിസ്റ്റേക്കാണ്. അപ്പം നോക്കിയാട്ടെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് യു ഇസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് എച്ച് വൈ ഹാർമോണിക്. നമുക്ക് തന്ന ഈ കോസ് എക്സും കോസ് എച്ച് വൈയും ഹാർമോണിക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ തന്നെ ചെയ്യാം. യു എക്സും യു എക്സ് എക്സ് കാണുക, യു വൈ വൈ കാണുക. നിങ്ങൾ ഈ കോസ് എച്ച് വൈ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേഷൻസ് എന്താ? കോസ് എച്ച് വൈന്റെ സൈൻ എച്ച് വൈ ആയിരിക്കും, സൈൻ എച്ച് വൈന്റെ കോസ് എച്ച് വൈ ആയിരിക്കും. അവിടെ എവിടെയും എന്തില്ല? നെഗറ്റീവിന്റെ ഒരു എന്താ പറയാ, നമ്മളെ ഇതില് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അകത്ത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് അല്ലേ? അതുപോലെ ഇവിടെ വരുന്നില്ല, രണ്ടും പോസിറ്റീവ് തന്നെയാണ്. കോസ് എച്ച് വൈന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ ആണ്, സൈൻ എച്ച് വൈന്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ ആണ്. അപ്പൊ നോക്കിയോട്ടെ, യു എക്സ് എന്ന് പറഞ്ഞ എന്താ കിട്ടിയത്? കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആയതുകൊണ്ട് സൈൻ എക്സ് എഴുതി, കോസ് എച്ച് വൈ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. അതുപോലെ തന്നെ യു എക്സ് എക്സ് കാണുമ്പോൾ എന്താ വരിക? സൈൻ എക്സിന്റെ മൈനസ് കോസ് എക്സ് വരും. പിന്നെയോ കോസ് എച്ച് വൈ ഡയറക്റ്റ് ആയിട്ട് താഴത്തേക്ക് എഴുതുക. അതിനുശേഷം യു വൈ കാണുക. യു വൈ എന്ന് പറഞ്ഞ എന്താ? കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. കാരണം കോസ് എച്ച് വൈന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് വൈ ആണ്. അതുപോലെ തന്നെ യു വൈ വൈ എന്ന് പറയുന്നത് എന്താ? കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. അപ്പൊ യു എക്സ് എക്സും നമുക്ക് കിട്ടി, യു വൈ വൈയും നമുക്ക് കിട്ടി. അപ്പം യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആൻസർ എനിക്ക് കിട്ടി. അതായത് യു ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് പറയുന്ന എന്താണ്? ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? നേരത്തെ ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എഴുതി വന്നതിലെ മിസ്റ്റേക്ക് ആയിപ്പോയി, സോറി. ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താ ആദ്യത്തേക്ക് എന്താ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് അല്ല? അല്ലല്ല, കോസ് എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ കോസിനെ സൈനിൻ്റെത് മൈനസ് കോസ്, കോസിന്റെ സൈൻ അല്ലേ? മാറിപ്പോയാ? ശരിയാ, സോറി. ശരിയാ. സൈനിൻ്റെത് കോസ് വരും, കോസിൻ്റെത് മൈനസ് സൈൻ വരും. എന്തായാലും രണ്ട് ഭാഗത്തും എന്താ? യു എക്സ് എക്സ് ആണ്
സോറി യു എക്സ് എക്സ് ആണ് പോസിറ്റീവ് വരിക, ഇതാണ് നെഗറ്റീവ് വരിക. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക ചെയ്തത്. ഇവിടെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ അല്ല, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം എന്താ ഒരു കൺഫ്യൂഷൻ വന്ന ഇവിടെ? ഇല്ല സോറി, ശരി ശരിയാണ്. നെഗറ്റീവ് വരുമോ? ശരിയാ, യു എക്സിനാ നെഗറ്റീവ് വരിക, മാറിപ്പോയതാ. ഈ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആവും, സൈൻ എക്സിന്റെ വരുമ്പം മൈനസ് കോസ് എക്സ് ആവും. ഓക്കെ, സംഭവം എഴുതിയത് കറക്റ്റാ, പക്ഷെങ്കിൽ ഈ യു എക്സിന്റെ ഈ നെഗറ്റീവ് ഞാൻ ഇടാൻ വിട്ടുപോയി. ഇവിടെ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ നെഗറ്റീവ് വരും. ക്ലിയർ അല്ലേ എല്ലാവർക്കും അത്? അവിടെ കൺഫ്യൂഷൻ വന്നാ? ഞാൻ കൺഫ്യൂഷൻ ആക്കിയ നിങ്ങളാ? കൺഫ്യൂഷൻ ആയിപ്പോയാ? ഒന്നും കൂടി പറയേണ്ടി വരുവാ? ഒന്ന് റെസ്പോണ്ട് ചെയ്യടോ നിങ്ങള്. കൺഫ്യൂഷനായി? ഒന്നുമില്ല, നമ്മളെ കോസ് എക്സ് എന്ന് പറയുന്ന യു എന്ന് പറഞ്ഞ എന്താ, കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആണ്. അപ്പൊ അതിന്റെ യു എക്സ് കാണുമ്പോൾ എന്താ സംഭവിക്കുക, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇവിടെ ഞാൻ വെറും സൈൻ എക്സ് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെന്താണ് ശരിക്ക്, മൈനസ് സൈൻ എക്സ് ആണ്. നിങ്ങൾ എഴുതുമ്പോൾ മാറ്റണം, മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആണ്. അപ്പം യു എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക, നെഗറ്റീവ് അങ്ങനെ. പിന്നെയോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് വരും, കോസ് എച്ച് വൈ ഡയറക്റ്റ് ആയിട്ട് താഴത്തേക്ക് എഴുതും. സംഭവം യു എക്സ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് കോസ് എച്ച് വൈ തന്നെയാ വരിക. പക്ഷെ ഇതാ ഇവിടെ ഈ ഞാൻ സെലക്ട് ചെയ്ത ഈ ഭാഗത്ത് ഈ സൈൻ എക്സ് നെഗറ്റീവ് ആണെന്ന് മാത്രം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കൃഷ്ണേതുവിന് ക്ലിയർ ആയോ? കൃഷ്ണേന്ദു, ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങള്. ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഇത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. ആരും എന്താ മിണ്ടാത്തേ? ഓക്കെ, അപ്പൊ ഇവിടെ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. ഇത് നിങ്ങൾ മാറ്റി എഴുതാട്ടോ. എഴുതുമ്പം ജസ്റ്റ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആക്കിയിട്ട് മാറ്റി എഴുതാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് പോകാം. The question നോക്കിയാട്ടെ നിങ്ങള്. Determine A and B such that the given function is harmonic and find the harmonic conjugate u is equal to a x cube plus by cube. പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയാട്ടെ. നമ്മളോട് ആദ്യം പറഞ്ഞത് ഡിറ്റർമൈൻ എ ആൻഡ് ബി ആണ്. നമുക്ക് തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എൻ്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്, യു ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി വൈ ക്യൂബ് ആണ്. അത് ഹാർമോണിക് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അതെന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എൻ്റെയും ബിന്റെയും വാല്യൂ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ എൻ്റെയും ബിന്റെയും വാല്യൂ യുവിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ എല്ലാവർക്കും ക്വസ്റ്റ്യൻ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ നോക്കിയട്ടെ. സൊല്യൂഷൻ എങ്ങനെയാ പറയുന്നത്, ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഹാർമോണിക് മസ്റ്റ് സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. അതായത് നമുക്ക് തന്നത് ഹാർമോണിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ഹോൾഡ് ചെയ്യും, ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ കണ്ടുപിടിക്കാം. നോക്കിയാട്ടെ, യു എന്ന് പറയുന്നത് എ എക്സ് ക്യൂബ് പ്ലസ് ബി വൈ ക്യൂബ് ആണ്.
അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ യു എക്സ് ആകും, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ എന്താകും, ഇതാ ഇവിടെയാണ് എക്സിന്റെ ടേംസ് ഉള്ളത്. അപ്പം 3 × a × x² ആകും. പിന്നെ ഇവിടെയോ എക്സിന്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് 0 ആയി പോകും. അതായത് 3ax² എന്ന് പറഞ്ഞാൽ നമുക്ക് യു എക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ യു എക്സ് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ യു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, യു എക്സ് എക്സ് കിട്ടും. പിന്നെയോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6ax കിട്ടും, 6ax കിട്ടും. അപ്പൊ യു എക്സ് എക്സ് എന്ന് പറഞ്ഞത് 6ax ആയിട്ട് നമുക്ക് കിട്ടി. ഇനിയോ യു വൈ എന്ന് പറഞ്ഞത് എന്താ, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇതാ ഈ ഒരു ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3by² വരും. അങ്ങനെയാണെങ്കിൽ യു വൈ വൈ എന്താ വരിക, യു വൈ വൈ എന്ന് പറയുന്നത് ഇതാ 6by വരും. അപ്പൊ യു എക്സ് എക്സും യു വൈ വൈയും നമുക്ക് 6ax 6by കിട്ടി. അങ്ങനെയാണെങ്കിൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ തന്ന ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യും, കാരണം അത് ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6ax പ്ലസ് 6by എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ax പ്ലസ് by is equal to 0. ഇത് ax പ്ലസ് by എന്ന് പറഞ്ഞത് 0 ആവണമെങ്കിൽ എന്താ ആവേണ്ടത്, ഒന്നുകിൽ a എന്ന് പറഞ്ഞത് -y ആകണം, പിന്നെയോ അപ്പം b എന്ന് പറഞ്ഞത് x ആവണം, അല്ലെങ്കിൽ a എന്ന് പറയുന്നത് y ആവണം, b എന്ന് പറയുന്നത് -x ആയിരിക്കണം. അല്ലേ, നോക്കിയട്ടെ, x പ്ലസ് byക്ക് 0 ആകാൻ ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ, എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിച്ചത്? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിച്ചു, അതായത് ഡിറ്റർമൈൻ ചെയ്തു എന്റെയും ബിന്റെയും വാല്യൂ. ഇനി നമ്മളോട് പറയുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ആ ഒരു PDF-ലൊന്നും ഹാർമോണിക് കോൺജുഗേറ്റിന്റെ ഡെഫിനേഷൻ എഴുതാത്തത് കൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിന്റെ നടുക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർമോണിക് കോൺജുഗേറ്റിന്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കിയാട്ടെ, ഇഫ് two harmonic functions u and v satisfy the CR equation in a domain D, then they are real and imaginary part of an analytic function f in D. Then v is said to be the harmonic conjugate of function of u in D. അതായത് യുയും വിയും ഹാർമോണിക് ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വീനെയാണ് നമ്മൾ എന്ത് പറയാ, യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ്. നമ്മൾ അത് തന്നെയാണ് നേരത്തെ കണ്ടുപിടിച്ചതും. ഒരു പ്രോബ്ലം നമ്മൾ ഇന്നലെ സോൾവ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നൊരു പ്രോബ്ലം പകുതി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഞാൻ അയച്ചു തരുന്ന ആൻസറുമായിട്ട് നോക്കുക, കറക്റ്റ് അല്ലേ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, എന്റെ വാല്യൂ ബിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഞാനിവിടെ എന്റെ വാല്യൂ y ആയിട്ടും ബിന്റെ വാല്യൂ x ആയിട്ട് വന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മളെ u is equal to ax² plus by² അകത്തേക്ക് y³ അകത്തേക്ക് എന്റെയും ബിന്റെയും വാല്യൂ ഞാൻ അങ്ങ് പുട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എക്ക് y ഒന്നും കൊടുത്തു, ബിക്ക് -x ഒന്നും കൊടുത്തു. അപ്പൊ നമ്മളെ u എന്തായി മാറി, u is equal to y(x³ - xy³ എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ഞാൻ എന്ത് ചെയ്തു, യു എക്സ് കണ്ടു. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാട്ടെ, ആദ്യം ഈ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x² കിട്ടും. പിന്നെയോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് y³ കിട്ടും. ഇനിയോ യു വൈ കാണണം. യു വൈ കാണാൻ എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം x³ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3xy² എന്നും കിട്ടും. അപ്പം യു എക്സും യു വൈയും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് എന്താ പറയുന്നത്, CR ഇക്വേഷൻ ux is equal to vy ആയിരിക്കും, uy is equal to -vx ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, vy എന്ന് പറഞ്ഞിട്ട് നമ്മളെ ux ഞാൻ എഴുതി കൊടുത്തു. അപ്പം vy എന്ന് പറയുന്നത് എന്താ, 3x² y - y³ ആണ്. അപ്പം ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പം ഇവിടെ
നമുക്ക് കിട്ടിയത് എന്താണ്? വി വൈ ആണ്. അതിൻ്റെ അകത്ത് എനിക്ക് വീനെ കണ്ടുപിടിക്കണം. വീനെ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കിട്ടിയ ലെഫ്റ്റ് റൈറ്റ് സൈഡ് നോക്കിയാട്ടെ. 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താ? അതിൻ്റെ അകത്ത് വൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് താഴെ എടുത്ത് എഴുതാൻ പറ്റി. പിന്നെയോ ഇനി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 കിട്ടി. മൈനസ് പിന്നെയോ വൈ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 കിട്ടി. പിന്നെന്താ? നമ്മളെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് സം ഫൈ ഓഫ് എക്സ് കിട്ടും. ഇനി നമ്മൾ അടുത്ത സി ആർ ഇക്വേഷന്റെ പാർട്സ് യൂസ് ചെയ്തിട്ട് ഈ ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് കിട്ടും. ഇതോ നോക്കിയാട്ടെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെക്കുമ്പോൾ ഇവിടെയാണ് എക്സ് സ്ക്വയറിന്റെ ടേമില്ലേ. അപ്പൊ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 2x, അതായത് 6x കിട്ടും. ബാക്കി വൈ സ്ക്വയർ ബൈ 2 അങ്ങനെ വരും. പിന്നെയോ ഈ ടേംസിന്റെ അകത്ത് എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഫൈ ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ നമ്മള് ബി എക്സ് എന്ന് പറഞ്ഞ ഇപ്പൊ എന്ത് കിട്ടും? ഈ 6നെയും 2നെയും ക്യാൻസൽ ചെയ്യുമ്പം 3xy² പ്ലസ് ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി എക്സ് കിട്ടും. അത് നമ്മളെ സി ആർ ഇക്വേഷൻ പ്രകാരം എന്താണ്? മൈനസ് വി വൈ ആണ്. വി വൈ എന്ന് പറയുന്നത് മുകളിലുണ്ട്. അതാവുമ്പം മൈനസ് വി വൈ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് വി വൈ, അതായത് എക്സ് ക്യൂബ് മൈനസ് 3xy² ഞാൻ എടുത്ത് എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നെഗറ്റീവിനെ ഞാൻ ത്രൂ ഔട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3xy² മൈനസ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ. 3xy² രണ്ടിൻ്റെ അകത്തുണ്ട്. പിന്നെയോ മുകളിലൊരു ഫൈവ് ഡാഷ് ഓഫ് എക്സ് ഉണ്ട്, താഴെ മൈനസ് എക്സ് ക്യൂബ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയതിൻ്റെ അകത്ത്? ഫൈവ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് കാണുന്ന എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് എക്സ് വെച്ചിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ മൈനസ് എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം മൈനസ് എക്സ് റേസ് ടു 4/4 വരും. പിന്നെയോ പ്ലസ് ഒരു സി കൂടി വരും. അപ്പം ഇതാണ് നമ്മുടെ ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തേ ചെയ്യേണ്ടു? വിൻ്റെ അകത്ത് ഫൈ ഓഫ് എക്സിന് പകരം അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 3x²y² 2 മൈനസ് വൈ റേസ് ടു 4/4 മൈനസ് എക്സ് റേസ് ടു 4/4 പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു കിട്ടും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ, ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണോ എന്ന്. ഒന്ന് കമന്റ് ചെയ്യട്ടാ എല്ലാവരും. ഓക്കെ, ഒന്ന് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. എങ്ങനെയാ ചെയ്തു പോയെന്ന് നോക്കിട്ടാ നിങ്ങൾ. അപ്പോഴത്തേക്ക് മറ്റേ ആ ഒരു ക്വസ്റ്റ്യൻ എന്താവുന്ന കൺഫ്യൂഷൻ വന്നത് നോക്കട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ.
എല്ലാരും നോക്കിക്കഴിഞ്ഞോ? ക്ലിയർ അല്ലേ എല്ലാരിക്കും? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പകുതിക്ക് വെച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത് ഒന്ന് നോക്കാം. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഒന്ന് നമ്മൾ നേരത്തെ സ്റ്റോപ്പാക്കി കളഞ്ഞ ആ പ്രോബ്ലം ഇല്ല, എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് കാരണം. ഞാനതിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്. ക്വസ്റ്റ്യൻ എന്താ? ഇതാ ഇവിടുത്തം വരെ CR ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് വരെ എല്ലാവരും എഴുതിയെടുക്കാം. ഒന്ന് എഴുതേ. അപ്പം u(xy) എന്ന് പറയുന്നത് x² - y² ആണ്. അതുപോലെ തന്നെ ux എന്ന് പറയുന്നത് എന്താ? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x കിട്ടും. uy എന്ന് പറഞ്ഞിട്ട് -2y കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ CR ഇക്വേഷൻ പ്രകാരം ux എന്ന് പറയുന്നത് എന്തായിരിക്കും? vy ആണ്. അപ്പം vy = എന്ത് കിട്ടും? 2x എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? അതായത് ഈ ഒരു പോർഷൻ, ഈ ux = 2x ആയതുകൊണ്ട് എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു എന്തും കൂടി വരും? vy. അപ്പം vy = 2x എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ. ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പം vy = 2x എന്ന് കിട്ടി. vy 2x ആണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2xy + phi(x) എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അത്ര വരെ, ആ സ്റ്റെപ്പ് വരെ 2xy + phi(x). ഒന്ന് കമന്റ് ചെയ്യണോ നിങ്ങൾ? ഓക്കെ. അതായത് അതാണ് നമ്മളെ v. അങ്ങനെ v കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ? ഇനി phi(x)ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു x വെച്ചിട്ട് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പം vx = എന്ന് പറഞ്ഞിട്ട് 2y + phi(x) എന്ന് കിട്ടും. vx = 2y + phi(x). ഓക്കെ അല്ലേ? vx = 2y + phi(x). ഓക്കെ. അപ്പം ഇനി നമ്മളെ vx എന്ന് പറയുന്നത് നമ്മളെ CR ഇക്വേഷൻ പ്രകാരം എന്താണ്? -uy ആണ്. അല്ലെങ്കിൽ uy = -vx ആയതുകൊണ്ട് നമ്മളെ uy എന്ന് പറയുന്നത് -2y ആണ്. അപ്പൊ അതിനൊന്ന് എന്ത് ചെയ്യാം? -2y എന്ന് പറയുന്നത് +2y ആവും. അതായത് uy + phi(x) എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2yക്ക് ഈക്വൽ ആണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പം phi(x) എന്ന് പറഞ്ഞ എന്തായിട്ട് കിട്ടും? നമുക്ക് 0 ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അത്ര വരെ ഓക്കെ. phi(x) 0 ആണെങ്കിൽ എന്താ? phi(x) എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതെന്താണ്? c ആണ്. അപ്പൊ നമുക്ക് phi(x)ന്റെ വാല്യൂ c എന്ന് കിട്ടിയത് കൊണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ vന്റെ അകത്ത് ആ phi(x)ന് പകരം c അങ്ങ് കൊടുക്കുക. അപ്പം v എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2xy + c എന്ന് കിട്ടും. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ അതാണ് നമ്മളെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് 2xy + c എന്ന് പറയുന്നത്. ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. എല്ലാവർക്കും കിട്ടിയോ നേരത്തെ 2xy + c എന്ന് പറയുന്നത്? ഓക്കെ. അപ്പം ഒന്ന് നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നോക്കി ഞാൻ എന്തായാലും ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ നിങ്ങൾ. 1 2 3 4 5 6 7